Wezone triple satellite receiver hellobox software install ചെയ്യുന്ന വീഡിയോ ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും ടെക്നിക്കൽ സർക്യൂട്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. നമുക്ക് ഈ രണ്ട് ബോക്സ് കസ്റ്റമർ അയച്ചു തന്നതാണ് ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബോക്സ് Wezone triple ആണ്, ഒരെണ്ണം പകാരി 50 ആണ്. നമുക്ക് എന്തായാലും Wezone triple ആ ഒരു വീഡിയോ നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ അതിൽ 6605S ചിപ്സെറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് hellobox സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. എല്ലാ വീഡിയോയിലും നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്ട്സും കൂടെ കാണിക്കാറുണ്ട്, പുതിയ പുതിയ പ്രൊഡക്ട്സ് വരുന്നതൊക്കെ കാണിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ അൺബോക്സിങ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക, അൺബോക്സിങ് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റാർ സാറ്റ് 4080 സാറ്റലൈറ്റ് റിസീവർ വന്നിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ സാറ്റിൻ്റെ 488 സ്റ്റോക്ക് ഉണ്ട്. സാറ്റലൈറ്റ് ഫൈൻഡർ SF720 സോളിൻ്റെ അതും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സാറ്റലൈറ്റ് റിസീവർ എന്നൊക്കെ പറയുന്നത് വിത്ത് വൈഫൈയും വിത്തൗട്ട് വൈഫൈയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് മാത്രം അയക്കുക. നമുക്കെന്തായാലും വീഡിയോയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ Wezone triple സാറ്റലൈറ്റ് റിസീവറിൽ നമ്മൾ hellobox സോഫ്റ്റ്വെയർ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് അയച്ചു തന്നതാണ്, സോഫ്റ്റ്വെയർ ചെയ്ത് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ്. അപ്പോൾ ഇത് നമ്മളെല്ലാ 6605S നാഷണൽ ചിപ്സെറ്റിലും ഈ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മൾ ആദ്യം എഡിറ്റ് ചെയ്യണം ആ ഒരു സോഫ്റ്റ്വെയർ. അതായത് നമ്മുടെ ആ ഒരു സാറ്റലൈറ്റ് റിസീവറിൻ്റെ ഡംപ് ഫയൽ ആദ്യം എടുത്തിട്ട് നമ്മുടെ ഈ hellobox സോഫ്റ്റ്വെയറുമായിട്ട് മെർജ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ പുതിയൊരു സോഫ്റ്റ്വെയർ ആക്കി മാറ്റിയെടുക്കണം. ഈ രണ്ട് സോഫ്റ്റ്വെയറും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് റിമോട്ട്, അതിൻ്റെ ട്യൂണർ, അങ്ങനെയുള്ള ഫ്രണ്ട് പാനൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത്, അതായത് ഒറിജിനൽ ഡബ് ഫയലിൽ നിന്ന് ഈ ഒരു hellobox സോഫ്റ്റ്വെയറിലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ബോക്സിലോട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെറുതെ എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ റിമോട്ട് വർക്ക് ചെയ്യത്തില്ല, ട്യൂണർ വർക്ക് ചെയ്യത്തില്ല, ഫ്രണ്ട് പാനൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബോക്സ് ഡെഡ് കണ്ടീഷനാണ്. പിന്നെ നമുക്കത് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ IC റിമൂവ് ചെയ്ത് പ്രോഗ്രാം ചെയ്യുക, അല്ലെങ്കിൽ RS-232 വഴി പ്രോഗ്രാം ചെയ്യുക. ഇതൊക്കെ നടക്കത്തുള്ളൂ. ഇങ്ങനെ മെർജ് ചെയ്യാതെ സോഫ്റ്റ്വെയർ എടുത്ത് ചെയ്തവർക്ക് ഒരുപാട് പേർക്ക് ബോക്സ് ഡെഡായി. അപ്പോൾ അങ്ങനെ hellobox സോഫ്റ്റ്വെയർ എവിടെന്നെങ്കിലും വാട്സപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നത് അതേപോലെ എടുത്ത് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ബോക്സിന് സ്യൂട്ടബിൾ ആണോ നോക്കിയിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെഡ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ഡെഡായ ബോക്സുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ തിരിച്ച് റിക്കവർ ചെയ്ത് തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് കസ്റ്റമർ 2 ബോക്സാണ് അയച്ചു തന്നിരിക്കുന്നത്. പകാരി 50 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ Wezone triple തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്ന Wezone triple ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പകാരി 50 സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കാം. വീഡിയോയുടെ കുറച്ച് പോർഷൻസൊക്കെ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, കാരണം ഒരുപാട് ഡിലേ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് വലുതായി പോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ബോക്സ് അഴിച്ചിട്ട് RS-232 പോർട്ട് ഈ ഒരു സാറ്റലൈറ്റ് റിസീവറിനൊന്നും ഇല്ല. പകാരി ആയാലും ഈ Wezone triple ആയാലും ബാക്ക് സൈഡിൽ RS-232 ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഓപ്ഷൻ മദർ ബോർഡിലുണ്ട്. ആ ഒരു ഓപ്ഷനിൽ നിന്ന് നമ്മൾ കേബിൾ വഴി കൺവേർട്ട് ചെയ്ത് നമ്മൾ കൺവെർട്ടറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ കറക്റ്റാക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു നമ്മൾ പോർഷനിൽ RS-232 കേബിൾ ഇൻസേർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് ലോഡറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മദർ ബോർഡ് വെർഷനൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോക്സിൽ ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓൾറെഡി ഞാൻ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ. എന്തായാലും ഞാൻ ആ ഒരു ബോക്സിൽ നിന്ന് പവർ ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് എഡിറ്റഡ് സോഫ്റ്റ്വെയർ ആണ് കിടക്കുന്നത്. അപ്പോൾ പലരും നമുക്ക് തരുന്ന ബോക്സ് എന്ന് പറയുന്നത് എഡിറ്റഡ് സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത സാറ്റലൈറ്റ് റിസീവറൊക്കെയാണ് അയച്ചു തരുന്നത്. പക്ഷേ നമ്മൾ അതിനകത്ത് ഡംപ് എടുക്കുന്നില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഡംപ് ഫയലും അതിൻ്റെ വേണ്ടപ്പെട്ട ഫയലുകളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ സ്റ്റോർഡ് ആണ്. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫയൽ എടുത്തിട്ട് hellobox സോഫ്റ്റ്വെയറായിട്ട് മെർജ് ചെയ്തിട്ട് പുതിയൊരു ഫയൽ ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്തായാലും ഞാൻ സാറ്റലൈറ്റ് റിസീവറിൻ്റെ പവർ ഓഫ് ചെയ്തിട്ടിട്ട് ഞാൻ RS-232 കണക്ട് ചെയ്തു. വീണ്ടും നമ്മുടെ കമ്പ്യൂട്ടറിൽ ലോഡറിൽ സോഫ്റ്റ്വെയർ സെലക്റ്റിന് ശേഷം സ്റ്റാർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ടാർഗറ്റ് റീസെറ്റ് ചെയ്യാൻ പറയും, അതായത് പവർ ഓൺ ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ എന്തായാലും പവർ ഓൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു റെഡ് ലൈറ്റ് മാത്രമേ വരത്തുള്ളൂ. ഞാൻ എന്തായാലും കുറച്ച് പോർഷൻ സ്കിപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും സോഫ്റ്റ്വെയർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പറയും. അങ്ങനെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് വന്ന സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കറക്റ്റായിട്ട് 100% സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ട് റീബൂട്ട് ചെയ്തിട്ട് വന്നിട്ടാണ് ഇപ്പോൾ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പവർ ഓൺ ചെയ്തു. ഇപ്പോൾ തന്നെ hellobox സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്.
ജസ്റ്റ് ആദ്യം ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ പറയും. എന്തായാലും നമുക്കത് മൊബൈലിൽ നമുക്കത് സ്കാൻ ചെയ്യാം. എന്നിട്ട് ആ ഒരു കോഡ് എൻട്രി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് ഫസ്റ്റ് ടൈം മാത്രമാണ് ആ QR കോഡ് വരുന്നത്. എന്തായാലും നമ്മൾ നിലവിലുണ്ടായിരുന്ന എഡിറ്റഡ് സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് ഹലോബോക്സിൻ്റെ സോഫ്റ്റ്വെയർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാറ്റലൈറ്റ് റിസീവറിൽ 6605S വരുന്ന സാറ്റലൈറ്റ് റിസീവറാണിത്. അതുകൊണ്ട് തന്നെ നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു ചെയ്ത ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആ കേബിൾ കണക്ട് ചെയ്തിരിക്കുകയാണ്, RS-232 കണക്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട് പാനലൊക്കെ ഓക്കെ ആണ്, യാതൊരു പ്രശ്നമില്ല. ടൂണറൊക്കെ ഓക്കെ ആണ്. എന്തായാലും കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് RS-232. അത് ഞാൻ USB കേബിൾ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് USB പോർട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സിസ്റ്റത്തിലേക്ക് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. USB വഴി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് സോഫ്റ്റ്വെയർ വഴി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇപ്പോൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്ത് ഹലോബോക്സിൻ്റെ സോഫ്റ്റ്വെയർ ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറും. അതുപോലെ തന്നെ നമ്മൾ RS-232 കേബിൾ വഴി ആ ഒരു സോഫ്റ്റ്വെയർ ബോക്സിലേക്ക് സെൻഡ് ചെയ്തു. അത് ആ ഒരു മെമ്മറിയിൽ പോയി സ്റ്റോർ ചെയ്തിട്ട് ഫ്ലാഷ് ഇറേസ് ചെയ്ത് ഫുള്ളായിട്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ഒരു കേബിൾ കണക്ടിവിറ്റിയും എല്ലാം നമ്മൾ ടോട്ടലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, എന്നാലും ഞാൻ ബാക്ക് സൈഡിൽ പവറും HDMI കേബിളും മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടൂണർ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് പിന്നീട് അത് നോക്കാം. ഈ ഒരു ഹലോബോക്സിൻ്റെ സോഫ്റ്റ്വെയർ 6605S ചിപ്സെറ്റ് സപ്പോർട്ട് ചെയ്യുമെങ്കിലും പല റെയറായിട്ടുള്ള ബോക്സുകൾ, അതായത് ഗൾഫ് ബോക്സുകളൊക്കെ ഇപ്പോഴും ഫ്രണ്ട് പാനൽ വർക്ക് ചെയ്യാത്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊന്നും ഇപ്പോഴും സോൾവ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ സാറ്റലൈറ്റ് റിസീവറിൽ ഹലോബോക്സിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഞാൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ കുറച്ച് നേരത്തെ ഇറങ്ങിയാണ്, ഒരു 1 മന്ത് മുൻപേ ഇറങ്ങിയ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്തിട്ട് പുതിയൊരു മോഡൽ സോഫ്റ്റ്വെയർ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം. ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് എനിക്ക് കോഡ് കിട്ടിയിട്ടുണ്ട്. അത് റിമോട്ട് എടുത്തിട്ട് OK ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് റെഡ് ആകുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് കറക്റ്റായിട്ട് പെയർ ആയില്ലെങ്കിൽ, പുതിയ സോഫ്റ്റ്വെയറിലോട്ട് പെയർ ആയില്ലെങ്കിൽ നമുക്ക് ആ കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നിട്ടാണ് ബോക്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വൈഫൈ അഡാപ്റ്റർ കണക്ട് ചെയ്യുകയാണ്. നമുക്കെന്തായാലും വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ഇൻ്റർനെറ്റ് നമ്മുടെ ബോക്സിലേക്ക് ഷെയർ ചെയ്യാം, ബോക്സിലേക്ക് കണക്ട് ചെയ്യാം. അതാണ് നമ്മൾ ഈ വൈഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വൈഫൈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയിട്ട് ആ ഒരു വൈഫൈ സെറ്റിങ്സിൽ നമ്മുടെ പാസ്വേഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് OK പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു ജസ്റ്റ് ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ കഴിയുമ്പോൾ വൈഫൈ കണക്റ്റഡ് എന്ന് കാണിക്കും. അങ്ങനെ കണക്റ്റഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ DVB ഫൈൻഡർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. യൂട്യൂബ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ അത് നമുക്ക് എല്ലാ ബോക്സിലും യൂട്യൂബ് വർക്ക് ചെയ്യണമെന്നില്ല. ചില ബോക്സിലൊക്കെ ഇപ്പോൾ യൂട്യൂബ് അപ്ഡേറ്റ് ഫെയിൽ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാർസാറ്റ് ബോക്സൊക്കെ എന്ന് പറയുമ്പോൾ എപ്പോഴും യൂട്യൂബ് പെർഫെക്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ IPTV എന്തെങ്കിലും ഫ്രീ സർവീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വൈഫൈ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ ഒരു വൈഫൈ ആൻറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിക്കാറുണ്ട്. വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഞാൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക, അതുപോലെ DVB ഫൈൻഡർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണ വൈഫൈ വേണം. അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാം. IPTV ഫ്രീ സർവീസൊക്കെ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം. മിക്ക ബോക്സിൻ്റെ കൂടെ IPTV ഫ്രീ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫൺ ക്യാം, ഫോറവർ, അതുപോലുള്ള SCAM പ്ലസ് അതുപോലുള്ള സർവീസുകളൊക്കെ ഉണ്ടെങ്കിൽ ബോക്സിനോട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യാം. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു USB സ്റ്റിക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻസൊക്കെ എന്ന് പറയുന്നത്. നമുക്കെന്തായാലും സാറ്റലൈറ്റ് ലിസ്റ്റിൽ പോയിട്ട് പുതിയൊരു സാറ്റലൈറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു സാറ്റലൈറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ആ സാറ്റലൈറ്റ് പേര് കൊടുക്കുക, ഡിഗ്രി ലോങ്ങിറ്റ്യൂഡ് ഡയറക്ഷൻ കൊടുക്കുക, ഈസ്റ്റ് ഡയറക്ഷൻ അതൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ പാരാമീറ്റേഴ്സ് ആന്ന സെറ്റിങ്സിൽ പോയിട്ട് പാരാമീറ്റേഴ്സ് കറക്റ്റ് ചെയ്യണം. ഇവിടെയാണ് K ബാൻഡ് ആണോ C ബാൻഡ് ആണോ എന്ന് തീരുമാനിക്കുക. നമ്മൾ പുതിയ സാറ്റലൈറ്റ് ആഡ് ചെയ്ത് അത് തീരുമാനിക്കുന്നത് ഇവിടെയാണ്. ആന്ന പാരാമീറ്റേഴ്സ് കൊടുക്കുമ്പോഴാണ് അത് LMB ഫ്രീക്വൻസി, എല്ലാ ഫ്രീക്വൻസി അത് 5150 അല്ലെങ്കിൽ 5750 കൊടുക്കുകയാണെങ്കിൽ അത് C ബാൻഡ് ആയിരിക്കും. അല്ലെങ്കിൽ 9750/10600 ആയി കൊടുക്കുകയാണെങ്കിൽ അത് K ബാൻഡ് ആവും. അവിടെ വെച്ചിട്ടാണ് അത് C ബാൻഡ് K ബാൻഡ് ആകുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ ബ്ലൈൻഡ് സ്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഡൈസൊക്കെ പോർട്ടൊക്കെ സെലക്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് ആ ഒരു P00 അല്ലെങ്കിൽ ആ ക്വാളിറ്റി വരുമ്പോൾ തന്നെ നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിലും അങ്ങനെ ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ചില ബോക്സിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. 191 ചാനലാണ് നമുക്ക് C ബാൻഡ് ഇൻറ്റൽസാറ്റ് 17 സാറ്റലൈറ്റിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ 2 ചാനലോടെ കൂടിയിട്ടുണ്ട്, 193 ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.